വാർത്തകൾ വിശദമായി. വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുന്നുവെന്ന പരാതിയുമായി UDF പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ അനധികൃതമായി വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയും തള്ളുകയും ചെയ്യുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാണുന്നതും പ്രവർത്തകർ ഞങ്ങൾ വന്നിട്ടില്ല. LDF-ഉം UDF-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് വേണ്ടി വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുന്നു എന്നാണ് UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ പരാതി. ഇതിനായി പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിക്കുകയാണെന്നും UDF ആരോപിക്കുന്നു. LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന 4-ാം വാർഡ് മാടക്കാലിൽ വോട്ടർമാർ അറിയാതെ 8 വോട്ടുകൾ നീക്കം ചെയ്തുവെന്നും പരാതി നൽകിയപ്പോൾ പട്ടികയിൽ തിരിച്ചു വന്നുവെന്നും UDF നേതാക്കൾ പറയുന്നു. ഈ 14-ാം തീയതി ശേഷവും ഈ പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ഭരണകക്ഷിക്ക് അനുകൂലമായി ചില വാർഡുകളെ മാത്രം, UDF-ന് അനുകൂലമായ വാർഡുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അനധികൃതമായ അതിൽ വോട്ട് കൂട്ടിച്ചേർക്കുകയും UDF-ന്റെ വോട്ടുകൾ തള്ളപ്പെടുകയും ചെയ്യുന്ന ചിത്രം രേഖാമൂലം ഞങ്ങൾക്ക് ലഭിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ പഞ്ചായത്തിലെ മാടക്കാല 4-ാം വാർഡ്. അത് UDF-ന്റെ ശക്തി കേന്ദ്രമാണ്. സ്വാഭാവികമായ 4-ാം വാർഡിലെ 8 വോട്ട് ആ വോട്ടർമാർ അറിയാതെ പഞ്ചായത്ത് സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പൊ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത്. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി 8 മണിക്ക് ഡിലേറ്റഡ് ആവുന്നു. ഇന്നലെ ഞങ്ങൾ വന്ന് നിയമപരമായി പഞ്ചായത്ത് സെക്രട്ടറി ശ്രദ്ധയിൽ ഇത് പെടുത്തപ്പോൾ ഇന്നലെ രാത്രി 8 മണിക്ക് ഓട്ടോമാറ്റിക്കായി ഡിലേറ്റഡ് ആയ വോട്ട് തിരിച്ച് വോട്ടർ പട്ടികയിൽ കയറുന്നു. ഇത് ഏറ്റവും വലിയൊരു തെളിവാണ്. ഈ തെളിവ് സഹിതം ഞങ്ങൾ ഇതിന്റെ പ്രിന്റ് ബഹുമാനപ്പെട്ട ഈ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസറായ നോക്കുക, പഞ്ചായത്ത് സെക്രട്ടറിയെ കാട്ടിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ലോഗിൻ ID ഉപയോഗിച്ച് മറ്റു ചില ഉദ്യോഗസ്ഥരാണ് ക്രമക്കേട് നടത്തുന്നതെന്നാണ് UDF-ന്റെ ആരോപണം. എന്നാൽ ആരോപണം പഞ്ചായത്ത് അധികൃതർ നിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പ്രവേശിക്കുവാനുള്ള OTP ആർക്കും കൈമാറിയിട്ടില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റില് ഒരാൾ കയറണമെങ്കിൽ അതിൽ എന്റെ സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിൽ OTP വന്നാൽ മാത്രമേ ഒരാൾക്ക് പുറത്തുനിന്ന് അതിനകത്ത് OTP വന്ന് ഞാനത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഒരാൾക്ക് പുറത്തുനിന്ന് കയറാൻ പറ്റൂ. അങ്ങനെ ആർക്കും ഞാൻ OTP പറഞ്ഞു കൊടുക്കാറില്ല. എന്റെ ID ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവര് ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നോക്കിയപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ ഡിലീഷൻ കണ്ട് ഇന്ന് അത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിന്റെ സിലിണ്ടറിന് മറുപടി പറയാൻ എനിക്കാവില്ല. അവര് നോക്കിയപ്പോ എന്താ കണ്ടതെന്ന് കാണാത്തത് അതിന് എനിക്ക് മറുപടി പറയാനാവില്ല. ഞാൻ എന്റെ ലോഗിൽ നിന്ന് മാത്രം എന്റെ ഫോണിൽ OTP വന്നാൽ മാത്രമാണ് അതിനകത്ത് കയറുന്നത്. വേറെ ആർക്കും ഞാൻ എന്റെ ഫോണിൽ വരുന്ന OTP പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവനും പറഞ്ഞു. UDF-ന്റെ ഇന്നത്തെ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ടിട്ടും ഹിയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പഞ്ചായത്തിന്റെ പടിവാതിൽക്കലേക്ക് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിച്ച് ജനകീയ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത UDF-ന്റെ ആളുകളാണ് ഇന്നിവിടെ വന്ന് പരാജയ ഭീതി വളരെ നേരത്തെ തന്നെ മണത്തറിഞ്ഞിട്ടുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ജീവനക്കാരെയും സെക്രട്ടറിയെയും ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ വരുതിയിലാക്കാൻ, തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് വോട്ട് ചേർക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഹിയറിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവനും UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാലയും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. പോലീസ് ഇടപെട്ടാണ് ഇരുവരെയും അനുനയിപ്പിച്ച് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.